ടി.ജി. മോഹൻദാസിന്റെ ജാമ്യത്തിൽ ഏതായാലും സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പോലീസിനെതിരായ കോടതി വിമർശനം ആഭ്യന്തര വകുപ്പിന് ക്ഷീണമായിരിക്കുന്നു. ആക്ഷേപം ബാധിക്കപ്പെട്ട സ്ത്രീകൾ എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഗണിച്ചില്ലെന്ന് അഡ്വക്കേറ്റ് സീന ഭാസ്കർ പറഞ്ഞു. ഇത്രയും ക്രിമിനൽ വൽകൃതമായിട്ടുള്ള കുറ്റം ചെയ്തിട്ട് പരാതി കൊടുത്തിട്ട് 11 ദിവസമായിട്ടും അതിന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. പല സ്ഥലത്തു നിന്നുള്ള പരാതിയെ തുടർന്ന് ഇത്രയും ഗൗരവമായ കുറ്റം ചെയ്ത മോഹൻദാസിനെതിരെ വളരെ ഫീബിളായിട്ടുള്ള, അതായത് ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ഇത് നിയമത്തെ പ്രഹസനമാക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് മറുപടി പറയണം. നിയമം കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾക്കനുസൃതമായി, കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾക്കനുസൃതമായി അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം പരിഗണിച്ചാണ് നിയമപരമായി നടപടിയെടുക്കേണ്ടത്. ആ നടപടി ഇവിടെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടില്ല. കേസിന്റെ കാര്യങ്ങൾ ഒഴികെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ ചെയ്യുന്നതിന് ടി.ജി. മോഹൻദാസിന് ഇപ്പോഴും വിലക്കില്ല. സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, സീന ഭാസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏറ്റവും ദുർബലമായ വകുപ്പുകളാണ്. മാത്രമല്ല ഇപ്പോഴും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോ ചെയ്യുന്നതിന് ഇയാൾക്ക് വിലക്കുമില്ല എന്നതാണ്. ഇനിയും ആർക്കും എതിരെ വേണമെങ്കിലും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താമെന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അഭിനിത, നിരന്തരം ടി.ജി. മോഹൻദാസ് യൂട്യൂബർ കൂടിയായി യൂട്യൂബിൽ തന്റെ ചാനലിലൂടെ സ്ത്രീകൾക്കെതിരെ ഇത്തരം രൂക്ഷമായ രീതിയിൽ അധിക്ഷേപം ചൊരിയുന്നുണ്ടായിരുന്നു. നേരത്തെയും പല വിഷയങ്ങളിലും സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. അതിജീവിതമാർക്കെതിരെയൊക്കെ വളരെ മോശം, നേരത്തെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ അതിജീവിതയെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ദില്ലിയിൽ സമരം നടക്കുമ്പോൾ അവിടെ സമരത്തിന്റെ ഭാഗമായുള്ള സ്ത്രീകൾക്കെതിരെ പോലും ഏറ്റവും മോശമായ ഭാഷയിൽ അധിക്ഷേപ സ്വരത്തോടെ യൂട്യൂബിൽ ഇത്തരം പരാമർശങ്ങൾ ടി.ജി. മോഹൻദാസ് നടത്തിയത്. ഇനിയും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം വിമർശനമുയർത്തുന്നത്. സ്ത്രീ സാമൂഹ്യ പ്രവർത്തകർ, സ്ത്രീ സംഘടനകളടക്കം അത്തരം ആക്ഷേപങ്ങളും ആശങ്കകളും അറിയിക്കുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു മോഹൻദാസിന്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഇനിയും സ്ത്രീകൾക്കെതിരെ അതിക്രമത്തിന് ആഹ്വാനം നൽകും. മാത്രമല്ല, അവിടെ ദില്ലിയിൽ സമരം നടക്കുമ്പോൾ അവിടെ കലാപാഹ്വാനം നടത്തുന്നതിന് സമാനമായ രീതിയിലാണ് അവിടെ വെടിവെച്ച് കൊല്ലണം ആളുകളെ എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത് ടി.ജി. മോഹൻദാസ്. എന്നിട്ടും എന്തുകൊണ്ട് ജാമ്യം ലഭിച്ചു, അതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന വിമർശനമാണ് എല്ലാ ഭാഗത്തും ഉയരുന്നത്. അങ്ങനെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ആരോപണം ഉയരുന്നത്. ഏതായാലും മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിച്ചെങ്കിലും ജാമ്യം എളുപ്പത്തിൽ കിട്ടിയതോടെ ആ അറസ്റ്റ് വഴി സർക്കാരിനുണ്ടായ ആ പ്രതിച്ഛായ അത് നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലുമുണ്ട്. ഏതായാലും ഇനി ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത്? നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽകിഫിൽ പറഞ്ഞത് മേൽക്കോടതിയെ സമീപിക്കണം പ്രോസിക്യൂഷൻ എന്നാണ്. അത്തരമൊരു തീരുമാനമൊന്നും നിലവിൽ പോലീസ് എടുത്തിട്ടില്ല. ശരി, ഏതായാലും നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത്, പരാതി നടപടിയില്ല. അങ്ങനെ വിമർശനങ്ങൾ ഒരുപാടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി തന്നെ പറയുകയാണ്. അപ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ? നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം.